സംസ്ഥാനത്ത് റോഡപകടങ്ങൾ തുടർച്ചയായതോടെ കർശന നടപടികളുമായി സർക്കാർ. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന് മന്ത്രി കെ വി ഗണേഷ് കുമാർ 24-നോട് പറഞ്ഞു. സ്വകാര്യ ബസ് ജീവനക്കാർക്ക് പോലീസ് NOC നിർബന്ധമാക്കും. അപകടമുണ്ടാക്കുന്ന ബസിന്റെ പെർമിറ്റ് റദ്ദാക്കും. KSRTC അപകടമുക്തമാക്കുമെന്നും സ്വിഫ്റ്റ് ഡ്രൈവർമാർക്ക് ക്ലാസ് നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. പോലീസും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് ഇന്നൊരു ഓപ്പറേഷൻ ആരംഭിക്കുകയാണ്. അതിലെ മൊബൈൽ ഫോൺ സംസാരിച്ച് യാത്ര ചെയ്യുക, മദ്യപിച്ച് യാത്ര ചെയ്യുന്നവരെ പിടിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് റദ്ദാക്കുന്നതായിരിക്കും. ഒരു വണ്ടി ഇടിച്ച് മാരകമായി പരിക്കേൽക്കുന്ന ഒരു ദൃശ്യം നമുക്ക് ലഭ്യമാവുകയും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഇടിക്കുക, അങ്ങനെയുള്ള റോഡ് സീബ്ര ലൈൻ ക്രോസ് ചെയ്യുന്നവരെ ഇടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇനി മുതൽ RTO വിലയിരുത്തും. അപകടത്തിൻ്റെ കാരണക്കാരൻ ഡ്രൈവറാണ് എന്ന് കണ്ടാൽ ബസ്സിൻ്റെ പെർമിറ്റ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യും. ആ അപകടത്തിലൂടെ ഒരു മരണമോ ഒന്നോ അതിലധികം മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ 6 മാസത്തേക്ക് പെർമിറ്റും റദ്ദാക്കും. അത് തീരുമാനിച്ചാൽ അതിൽ മാറ്റമില്ല. അവർക്ക് എന്തെങ്കിലും എതിരുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം. എല്ലാ ഉടമകളോടും പറഞ്ഞിരിക്കുന്നു, പോലീസ് വെരിഫിക്കേഷൻ, എൻ്റെ ഡ്രൈവർ അല്ലെങ്കിൽ കണ്ടക്ടർ, ക്ലീനർ, അവർ പോലീസ് വെരിഫിക്കേഷൻ വാങ്ങി മാത്രമേ ഇനി ജോലിക്ക് വയ്ക്കാൻ സമ്മതിക്കൂ. ആ സർട്ടിഫിക്കറ്റ് വാങ്ങി മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർക്ക് നൽകണം. എന്തായാലും അത് നല്ല ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ ആ ഇനിഷ്യേറ്റീവിന് എല്ലാവിധ പിന്തുണയും മന്ത്രി കെ വി ഗണേഷ് കുമാറിന്. ഗതാഗത നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചിട്ടും പിഴ അടയ്ക്കാത്തവരെ കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പ് ഒരുങ്ങുകയാണ്. സലീം മാലിക് വാർത്തയുടെ വിവരങ്ങളുമായി ചെയ്യുകയാണ്. സലീം, നേരത്തെ മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞത് നമ്മൾ കുറേ നാളായി നടപ്പാക്കണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. അക്കാര്യം ഈ പറയുന്ന എല്ലാ നിയമങ്ങളും ലംഘിച്ച് ഇവർക്ക് ഉണ്ടാക്കുന്ന അപകടങ്ങൾ പെരുകുമ്പോഴാണ് അത്തരം ഒരു നല്ല നടപടിയുമായി സർക്കാർ എത്തുന്നത്. കെ വി ഗണേഷ് കുമാറിൻ്റെ ഐഡിയ എന്തൊക്കെയാണ് സലീം? ഹാഷ്മി, സംസ്ഥാനത്ത് റോഡപകടങ്ങൾ വല്ലാതെ വർദ്ധിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലം, പ്രത്യേകിച്ചും ഈ ഡിസംബറിൽ മാത്രം ഓരോ അപകടങ്ങളിലും ഈ മരണനിരക്ക് കൂടിയ പശ്ചാത്തലത്തിലാണ് ഗതാഗത വകുപ്പ് വളരെ തിടുക്കപ്പെട്ട നടപടികളിലേക്ക് കടക്കുന്നത്. അത് നടപടികളും ഒപ്പം തന്നെ മാരത്തോൺ ചർച്ചകളുമാണ് ഗതാഗത വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് 2 ചർച്ചകളുണ്ടായിരുന്നു. ഒന്ന് മോട്ടോർ വാഹന വകുപ്പും പോലീസും തമ്മിലുള്ള ഒരു ചർച്ചയായിരുന്നു. ആ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇന്നു മുതൽ സംസ്ഥാന വ്യാപകമായി റോഡുകളിൽ മുഴുവൻ കർശന പരിശോധന നടത്തുന്നത്. ഒരു 4 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഡ്രൈവാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതിലൂടെ മുഴുവൻ നിയമലംഘനങ്ങളും കണ്ടെത്തുകയും അതിൽ വലിയ ഫൈനുകൾ ഉൾപ്പെടെ ഈടാക്കുകയും നിയമലംഘനങ്ങൾക്ക് ലൈസൻസ് റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. അതിനൊപ്പം മറ്റൊരു തീരുമാനമായിരുന്നത് സ്വകാര്യ ബസ്സുകൾ, സംസ്ഥാനത്താകെ സ്വകാര്യ ബസ്സുകൾ ഇപ്പോൾ ജീവന് തന്നെ ഭീഷണിയായി ഓടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ബസ് ഉടമകളുമായി ചർച്ച നടത്തി അതിനുശേഷം കർശനമായ താക്കീത് നൽകിയെന്ന് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു അപകടമുണ്ടായി, അത് ബസ്സുകാരുടെ തെറ്റാണ് എന്ന് കണ്ടെത്തിയാൽ, അപകടമാണെങ്കിൽ അതിൽ 3 മാസം വരെ ലൈസൻസ് റദ്ദാക്കും. ഒരു മരണം സംഭവിച്ചാൽ 6 മാസത്തേക്ക് പെർമിറ്റ് റദ്ദാക്കും. അതിന് എവിടേക്ക് ഏത് കംപ്ലൈൻറ്റ് കൊടുത്താലും ആ നിലയിൽ തന്നെ നടപടികൾ പോകുമെന്ന് ബസ് ഉടമകളോട് അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് KSRTC ബസ്സുകളും അപകടമുണ്ടാക്കുന്നു എന്ന് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ചും അതിൽ ഏറ്റവും അധികം അപകടമുണ്ടാക്കുന്നത് സ്വിഫ്റ്റ് ബസ്സുകളാണ്. സ്വിഫ്റ്റ് ബസ്സുകളിലെ ഡ്രൈവർമാർക്ക് പലതവണ താക്കീത് നൽകിയതാണ്, എന്നിട്ടും പാഠം പഠിക്കാത്തവരുണ്ട്. അതുകൊണ്ട് തന്നെ സ്വിഫ്റ്റ് ബസ്സിലെ ഡ്രൈവർമാരെ മുഴുവൻ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തുകയും അവർക്ക് പരിശീലന ക്ലാസുകൾ നൽകുകയും ചെയ്യും. അതിനുശേഷവും അവർ നന്നായില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ എടുക്കുമെന്നും പറയുന്നുണ്ട്. മാത്രമല്ല, ഈ സംസ്ഥാനത്തെ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ തയ്യാറാക്കിയ AI ക്യാമറയിൽ നിന്നുള്ള ചെല്ലാനുകൾ, അത് 37 ലക്ഷത്തിലധികം ചെല്ലാനുകൾ ഇപ്പോൾ അയക്കാൻ കാത്തുകിടപ്പുണ്ട്. 25 ലക്ഷം ചെല്ലാനുകൾ അയച്ചതിന് ശേഷം പരിധി ആ കേസ് കോടതിയിലായതിനാൽ ബാക്കി അയക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ചെല്ലാനുകളും അയക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കും. മാത്രമല്ല, വീടുകളിൽ എത്ര ചെല്ലാനെത്തിയിട്ടും പെറ്റി കിട്ടിയിട്ടും അടയ്ക്കാത്തവരെ വീടുകളിൽ പോയി കണ്ടെത്താനും അതിനായി തന്നെ ഒരു ഡ്രൈവ് നടത്താനും സർക്കാർ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനായും ഗതാഗത മന്ത്രി NHAയെയും PWD തുടങ്ങിയ ഉദ്യോഗസ്ഥരുമായി ചർച്ച വിളിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഉണ്ടാകുന്ന അപകടങ്ങളിൽ വലിയൊരു വിഭാഗം റോഡിൻ്റെ അശാസ്ത്രീയ നിർമ്മാണം മൂലം എന്നുള്ളൊരു കണ്ടെത്തലുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളും സമഗ്ര തലത്തിലുമുള്ളൊരു പരിശോധനയും ഒപ്പം തന്നെ പ്രവർത്തനവും ഇടപെടലുമാണ് ഗതാഗത വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. ഹാഷ്മി, ഓക്കെ. അപ്പോൾ ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിൽ മന്ത്രി കെ വി ഗണേഷ് കുമാർ വരികയും വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. നല്ല ഐഡിയ ആണ്. നമ്മളൊക്കെ ഒരുപാട് നാൾ കാത്തിരിക്കുന്ന, ആഗ്രഹിക്കുന്ന, നടപ്പാക്കണം എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരിക്കൽ കൂടി മന്ത്രിക്ക് ആ വിഷയത്തിൽ സർവ്വവിധ പിന്തുണയും.